ചോദ്യം നമ്പർ 391 ശ്രീ എൽദോസ് പി കുന്നപ്പള്ളിൽ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ. യെസ് സർ. സർ, 391A സംസ്ഥാനത്തൊട്ടാകെ ആകെ 222 വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ പ്രവേശനം ലഭിക്കാതെ ശേഷിക്കുന്നത്. തിരുവനന്തപുരം ജില്ല 12, കൊല്ലം 61, പത്തനംതിട്ട 6, ആലപ്പുഴ 16, കോട്ടയം 6, ഇടുക്കി 16, എറണാകുളം 28, തൃശ്ശൂർ 2, പാലക്കാട് 3, കോഴിക്കോട് 38, മലപ്പുറം 19, വയനാട് 4, കണ്ണൂർ 10, കാസർഗോഡ് 1, അങ്ങനെ 222. അതെല്ലാം A+ കിട്ടിയ 222 പേരാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്താകെ അവശേഷിക്കുന്ന ആൾക്കാർ. സർ, ബി SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ ജില്ലകളിലും 1ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സ്വീകരിച്ച നടപടികൾ നിരവധി പ്രാവശ്യം ഈ സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ള അതാണ്. ഹയർ സെക്കൻഡറി പ്രവേശനം സംബന്ധിച്ച് ബാച്ചുകൾ വേണ്ടിയുള്ള ആവശ്യം ഉയർന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം പരിശോധിക്കാൻ വേണ്ടി അക്കാദമിക് ജോയിൻറ്റ് ഡയറക്ടർ, മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നീ 2 ഉദ്യോഗസ്ഥരെ ജൂലൈ മാസം 5-നകം റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ചുമതലപ്പെടുത്തി. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ജൂലൈ 2 മുതൽ 4 വരെ സ്വീകരിച്ചു തുടങ്ങി. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പൂർത്തിയാകുമ്പോൾ തന്നെ 1ാം വർഷ പ്രവേശനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. 10ാം തരം പാസ്സായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഉറപ്പാക്കുന്നതിന് വേണ്ടി 2024 മെയ് മാസം 8 സർക്കാർ ഉത്തരവ് പ്രകാരം 2023-24 വർഷം താൽക്കാലികമായി അനുവദിച്ചതും നിലനിർത്തിയതും ഷിഫ്റ്റ് ചെയ്തതുമായ ബാച്ചുകൾ തുടരുന്നതിനും മലബാർ മേഖലയിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30% മാർജിനൽ സീറ്റ് വർധനവും എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും 20% മാർജിനൽ സീറ്റ് വർധനവും ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായ 10% മാർജിനൽ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. ശ്രീ എൽദോസ് പി കുന്നപ്പള്ളി. സാർ, ഇപ്പോഴും നിരവധി കുട്ടികളാണ് ഇഷ്ടപ്പെട്ട വിഷയവും ഇഷ്ടപ്പെട്ട സ്കൂളും ബസ് സൗകര്യമുള്ള സ്കൂളും കിട്ടാതെ ബുദ്ധിമുട്ടി നമ്മുടെയൊക്കെ അടുത്ത് വരുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് +1 സീറ്റ് സംബന്ധിച്ച പഠനം നടത്താൻ കാർത്തികേയൻ കമ്മിറ്റി അടക്കം നമ്മൾ നിയോഗിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും മറ്റൊരു കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്നു. സർക്കാരിൻ്റെ കയ്യിൽ നിർദ്ദേശങ്ങൾ ഉണ്ടെന്നിരിക്കെ വീണ്ടും കമ്മിറ്റിയെ വെച്ചുകൊണ്ട് സമയം കളയുന്നതിൻ്റെ കാരണം ഒന്ന് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, അത് കഴിഞ്ഞ സഭയിൽ തന്നെ പറഞ്ഞതാണ് സാർ. ഇവിടെ ഈ 3ാം റൗണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുന്നതോടുകൂടി അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പ്രവേശനം ലഭിക്കും സാർ. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സാർ? A+ കിട്ടിയവർക്ക് പ്രവേശനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു സാർ, ഇനി കേരള സംസ്ഥാനത്ത് ആകെ മലപ്പുറം അടക്കം A+ കിട്ടിയ പ്രവേശനം ലഭിക്കേണ്ടത് 222 പേർക്ക് മാത്രമേ ഉള്ളൂ സാർ. അത് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ അതിൽ അവർക്ക് ലഭിക്കും. മറ്റൊരു കാര്യം സാർ, ഈ നമ്മൾ തന്നെ ഇവിടെ ചർച്ച ചെയ്ത് നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ച ആണല്ലോ, മലപ്പുറം ജില്ലയിൽ നിന്നാണ് കുറച്ച് സീറ്റിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് 7500-ലധികം സീറ്റിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് സീറ്റ് വർധനവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വന്നത്. വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരുടെ യോഗം വിളിച്ച് ചേർത്തപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയുണ്ടായി. അതനുസരിച്ച് കമ്മീഷനെയൊന്നുമല്ല സാർ, പരിശോധിക്കുന്നതിന് വേണ്ടി 2 ഉന്നത ഉദ്യോഗസ്ഥന്മാരെ മലപ്പുറം ജില്ലയിൽ അക്കാര്യം പരിശോധിക്കാൻ വേണ്ടി അയച്ചു. 2 ദിവസത്തിന് തന്നെ റിപ്പോർട്ട് കിട്ടും. കിട്ടിയ ഉടനെ തന്നെ അതിനാവശ്യമായ നടപടി സ്വീകരിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന ചുരുക്കം ചില മന്ത്രിമാരിൽ ഒരാളാണ് സാർ. അദ്ദേഹം പറഞ്ഞത് SSLC പരീക്ഷയിൽ ജയിച്ചിട്ട് 10ാം തരം പാസ്സാകുന്ന കുട്ടികൾ എഴുതാനും വായിക്കാനും പോലും അറിയാത്തവരുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പഠനങ്ങൾക്കനുസൃതമായിട്ടാണ്. 10ാം ക്ലാസ് പാസ്സായ എല്ലാ കുട്ടികൾക്കും +1 സീറ്റ് നൽകേണ്ടതില്ല എന്ന സർക്കാരിൻ്റെ നയമാണ്. വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, അത് ആ ഒരു 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക്
എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു നയം ഗവൺമെൻറ്റിനില്ല. അവർക്ക് നന്നായി തന്നെ അവർ പഠിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ച് വരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെൻറ് അങ്ങനെ പാസ്സായി വരുന്ന മുഴുവൻ കുട്ടികൾക്കും +1 പ്രവേശനം കിട്ടുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സജി ചെറിയാനൂർ പ്രസംഗത്തിൻ്റെ ഒഴുക്കിന് വേണ്ടി ഒന്ന് പറഞ്ഞത് മാത്രമേ സാർ വല്ല ഗവൺമെൻറ് എടുക്കില്ല. എൻ്റെ പ്രസംഗത്തിൻ്റെ ഫുൾ ടെസ്റ്റ് നിങ്ങൾ കേൾക്കണം. ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സായ ചില കുട്ടികൾ എഴുത്തും വായന അറിയില്ല. അതിലൊരു കുട്ടി എൻ്റെ വീട്ടിൽ വന്ന് ഒരു അപേക്ഷ എനിക്ക് തന്നു. വിഷ്ണുരാജ് എന്ന് പറഞ്ഞൊരു കുട്ടി, ആളുടെ പേര് ഞാൻ പറയുകയാണ്. ആ അപേക്ഷയിൽ വായിച്ചപ്പോൾ അക്ഷരത്തെറ്റ് വ്യാപകമായി വന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രയാസം മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, എഴുത്തും വായന അറിയാത്ത കുട്ടികളുണ്ട് എന്ന ചില കുട്ടികളുണ്ട്. ഈ പരാമർശമാണ് നടത്തിയത്. അത് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങ് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഓൾ പാസ് കൊടുത്തത് ഞാൻ ഈ വകുപ്പിനെ പറ്റിയല്ല പറഞ്ഞു. UDF-ന്റെ കാലത്ത് ഇവിടെ ഓൾ പാസ് കൊടുത്തിട്ടുണ്ട്, LDF-ന്റെ കാലത്ത് ഓൾ പാസ് കൊടുത്തിട്ടുണ്ട്. ഓൾ പാസ് 99% 1% വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് അതിനെ ഇങ്ങനെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞു, ചർച്ച നടക്കട്ടെ, ജനാധിപത്യ രാജ്യമല്ലേ, പൊതുസമൂഹത്തിൽ ചർച്ച നടക്കട്ടെ. ശ്രീ കെ ബാബു തൃപ്പൂണിത്തറ. നിലവാരം ഉയർത്താനും മൂല്യനിർണ്ണയത്തിൽ മാറ്റം വരുത്താനും ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ അഭ്യർത്ഥിക്കുന്നു. സാർ, 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ അവരുടെ നിലവാരം, അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഈ വർഷം ആരംഭിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് സാർ കേരളത്തിലെ നമ്മുടെ മുഴുവൻ അധ്യാപകർക്കും അവർക്ക് ശില്പശാല സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി. മുഴുവൻ അധ്യാപകർക്കും ശില്പശാല സംഘടിപ്പിക്കുന്നത് ഇത് ആദ്യമായിട്ടാണെന്നുള്ള കാര്യം ഈ സഭയെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. എന്ന് മാത്രമല്ല, ഒരു വർഷക്കാലത്തെ അക്കാഡമിക് കലണ്ടർ സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. ആ അക്കാഡമിക് കലണ്ടറിനെ ചുവട് പിടിച്ചുകൊണ്ട് ഓരോ സ്കൂളുകളിലും അക്കാഡമിക് കലണ്ടർ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഓരോ വിദ്യാർത്ഥിയും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ള മുദ്രാവാക്യമാണ്, എന്നുള്ള സമീപനമാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വർഷക്കാലം കൊണ്ട് കുട്ടികളുടെ നിലവാരത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് ഒരു സംശയം വേണ്ട. ശ്രീ റോജി എം ജോൺ. സർ, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചത് മുഴുവൻ A+ കിട്ടിയ 222 വിദ്യാർത്ഥികൾ അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സർ, നമുക്ക് മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥികൾ മാത്രമല്ല, അല്ലാത്ത വിദ്യാർത്ഥികളുമുണ്ട്. 1-2 വിഷയത്തിന് A+ നഷ്ടപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. തുടർ പഠനത്തിന് യോഗ്യത നേടിയിട്ടുള്ള നിരവധി വിദ്യാർത്ഥികളുണ്ട്. ഇത് എല്ലാ വർഷവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് +1 അഡ്മിഷൻ വരുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നെട്ടോട്ടം ഓടുന്ന വലിയ ആശങ്കയിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വരും വർഷങ്ങളിലേക്ക് നമ്മുടെ കഴിഞ്ഞ 3-4 വർഷത്തെ ഈ അനുഭവം മുന്നിൽ കണ്ടുകൊണ്ട് വരും വർഷങ്ങളിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതെ തുടർ പഠനത്തിന് യോഗ്യത നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ തന്നെ, നമ്മൾ ജില്ല ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തതുകൊണ്ട് പ്രയോജനമില്ല സർ. നമുക്ക് യാത്രാ സൗകര്യം, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ താലൂക്ക് അടിസ്ഥാനത്തിൽ തന്നെ വരും വർഷങ്ങളിൽ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ സ്വീകരിക്കുമോ? ഈ അഡ്മിഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഈ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നെട്ടോട്ട് ഓടുന്ന ഒഴിവാക്കുമോ? സാർ, നിലവിൽ +1 പ്രവേശനം ജില്ലാടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. +1 പ്രവേശനത്തിന് അപേക്ഷിച്ചവർ SSLC പഠിച്ച സ്കൂൾ, താമസിക്കുന്ന ലോക്കൽ ബോഡി, താലൂക്ക് എന്നിങ്ങനെ ബോണസ് പോയിന്റുകൾ നിലവിൽ തന്നെ അനുവദിക്കുന്നുണ്ട് സർ. ഇതിനാൽ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശങ്ങളിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നുണ്ട്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ദൂരെയുള്ള സ്കൂളുകളിൽ അറിഞ്ഞോ അറിയാതെയോ ഓപ്റ്റ് ചെയ്യുന്നതിലാണ് അത്തരം സ്കൂളുകളിലെ പ്രവേശനം ലഭിക്കുന്നത് സർ. മെറിറ്റ് അടിസ്ഥാനത്തിൽ സംവരണ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടക്കുന്ന അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ മികച്ച വിജയം കൈവരിച്ച ധാരാളം വിദ്യാർത്ഥികൾ ഒരു നിർദ്ദിഷ്ട സ്കൂൾ കോഴ്സ് മാത്രം ഓപ്ഷനായി നൽകുന്നതിലാണ് ലഭ്യമായ സീറ്റിന് പുറമെ റാങ്ക് ലിസ്റ്റിലുള്ളവർ അവരുടെ താഴ്ന്ന ഓപ്ഷനുകളിലേക്ക് പിന്തള്ളപ്പെടുകയോ അല്ലെങ്കിൽ പ്രവേശനം ലഭിക്കാത്ത സാഹചര്യമോ ഉണ്ടാകുന്നത് സർ. ഓപ്ഷനുകൾ സ്കൂളും കോമ്പിനേഷനും മുൻഗണനാക്രമത്തിലാണ് നൽകേണ്ടത്. അപേക്ഷകർ പഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്കൂളിലെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കോമ്പിനേഷനുമാണ് ഒന്നാമത്തെ ഓപ്ഷനായി നൽകേണ്ടത്.
സാർ, ഒന്നാമത് ചോദിച്ച സ്കൂളിൻ്റെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ലഭിക്കുന്നില്ലെങ്കിൽ അടുത്തതായി പരിഗണിക്കേണ്ട സ്കൂളും കോമ്പിനേഷനും രണ്ടാമത്തെ ഓപ്ഷനായി നൽകണം. ഇങ്ങനെ കൂടുതൽ പരിഗണന നൽകുന്ന സ്കൂളുകൾ ആദ്യമാദ്യം വരുന്ന രീതിയിൽ സൗകര്യപ്രദമായ സ്കൂളുകൾ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനുകളും നൽകും. ഒരിക്കലും പരിഗണന കുറഞ്ഞ സ്കൂളുകളും കോമ്പിനേഷനുകളും ആദ്യ ഓപ്ഷനായി നൽകുന്നില്ല. സാർ, ഒരിക്കലും അപേക്ഷകൻ ആവശ്യപ്പെടാത്ത ഒരു സ്കൂളിലെത്തേക്ക് ഏകജാല സംവിധാനം വഴി അലോട്ട്മെന്റ് നൽകില്ല. പരമാവധി സ്കൂളുകളിൽ അപേക്ഷിക്കുവാനുള്ള സൗകര്യം പലപ്പോഴും കുട്ടികൾ പ്രയോജനപ്പെടുത്താറില്ല. ഹയർ സെക്കൻഡറി പ്രതിവർഷം ശരാശരി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏകജാല സംവിധാനം പ്രതിവർഷം ശരാശരി 4.5 ലക്ഷത്തിലധികം അപേക്ഷകർ പ്രോസസ് ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കേന്ദ്രീകൃത പ്രവേശന സംവിധാനമാണ്. സാർ, 2007 തിരുവനന്തപുരം ജില്ലയിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് ആണ് ഏകജാല സംവിധാനം ആരംഭിക്കുന്നത്. 2008 +1 പ്രവേശനത്തിന് വേണ്ടി ഒരു കേന്ദ്രീകൃത അഡ്മിഷൻ പ്രക്രിയ കേരളം മുഴുവൻ നടപ്പിലാക്കി. ഏകജാല സംവിധാനം തുടങ്ങിയ വർഷത്തിലെ പ്രതികരണങ്ങളിലും അനുഭവങ്ങളിലും നിന്ന് ഈ സംവിധാനത്തെക്കുറിച്ച് കൂടി മെച്ചപ്പെടുത്തണമെന്നും കൂടുതൽ ഫീച്ചറുകൾ കൂട്ടിച്ചേർക്കണമെന്നും മനസ്സിലാക്കുകയുണ്ടായി. സർ, ഏകജാലകം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹയർ സെക്കൻഡറി കേന്ദ്രീകൃത അഡ്മിഷൻ പ്രക്രിയ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ +1 പ്രവേശനം ലളിതവും സുതാര്യവും സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ IT-യുടെ സ്വാധീനം എപ്രകാരം ഉപയോഗപ്പെടുത്താം എന്നതിനും ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. 10ാം ക്ലാസ് യോഗ്യത മാത്രമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ച സ്കൂളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ദൂര സ്ഥലങ്ങളിലെ സ്കൂളുകൾ അബദ്ധത്തിൽ തിരഞ്ഞെടുക്കാതിരിക്കാൻ ജില്ലാതലത്തിലാണ് പ്രവേശനം. പകരം താലൂക്ക് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തിയാൽ അത് വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഒരു ജില്ലയിലെ ഒരു വിദ്യാർത്ഥി വിവിധ താലൂക്കുകളിൽ ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കേണ്ടി വരും. ഒരേ സമയം അലോട്ട്മെന്റ് നടക്കുന്നതിനാലും ഒരേ സമയം ഒന്നിലധികം താലൂക്കുകളിൽ അലോട്ട്മെന്റ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലായതിനാലും പ്രവേശനം സംബന്ധിച്ച് ഏറെ ആശയക്കുഴപ്പമുണ്ടാകും. ഫലത്തിൽ ഏകജാല സംവിധാനം നിലവിൽ വരുന്നതിന് മുൻപുള്ള സ്ഥിതി ആവർത്തിക്കും. അക്കാലത്ത് ഒരേ വിദ്യാർത്ഥികളെ ഒന്നിലധികം സ്കൂളുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പ്രവേശന നടപടികൾ ഒരേ സമയം നടന്നു വന്നിരുന്നു. സാർ, ഇത്തരമൊരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പിരിമുറുക്കം ഒഴിവാക്കാനായത് ഏകജാല സംവിധാനം വന്നതോടെയാണ്. ജില്ല ഒരു യൂണിറ്റ് എന്നത് മാറ്റി താലൂക്കിനെ ഒരു യൂണിറ്റ് ആക്കണം എന്ന ആവശ്യം പരിശോധിക്കുമ്പോൾ ഒട്ടേറെ ഘടകങ്ങൾ പരിഗണിക്കേണ്ടി വരും. ഓരോ താലൂക്കിലെയും സ്കൂളുകളുടെ എണ്ണം, താലൂക്കിൻ്റെ അതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന കുട്ടികൾക്ക് വിവിധ താലൂക്കിലേക്ക് അപേക്ഷ നൽകേണ്ട സാഹചര്യം തുടങ്ങി നിരവധി കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. ഇത് അഡ്മിഷൻ പ്രക്രിയയെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യം ഇതെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തലിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. സർ, ഇക്കാര്യങ്ങളെല്ലാം ആഴത്തിലുള്ള ഒരു പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് ഈ നിർദ്ദേശം പരിശോധിക്കാൻ കഴിയും. ശ്രീ CR മഹേഷ്. സർ, മികച്ച വിജയം നേടിയിട്ടും ഇതുവരെയും അഡ്മിഷൻ ലഭിക്കാത്ത മാനസിക സംഘർഷത്തിൽപ്പെട്ട് കഴിയുന്ന വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നിയമസഭയുടെ ചോദ്യോത്തര വേള വളരെ പ്രതീക്ഷയോടെയാണ്, ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. സർ, +1 അഡ്മിഷൻ പ്രതിസന്ധി സംബന്ധിച്ച് തുടക്കത്തിലെ സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ സർക്കാർ 3ാമത്തെ അലോട്ട്മെൻറ്റ് വരെ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. നിലവിൽ താൽക്കാലിക വാച്ചുകൾ അനുവദിക്കാൻ തീരുമാനിച്ചു. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സർ, അധ്യാപകരെയും അടിസ്ഥാന സൗകര്യവും ഒരുക്കുവാനുള്ള നടപടി കൂടി ഇതിൻ്റെ ഭാഗമായി ചെയ്യുന്നു. മിനിസ്റ്റർ. സാർ, ഇത് നിരവധി പ്രാവശ്യം നമ്മൾ ബഹുമാനപ്പെട്ട അംഗത്തിനറിയാം, സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവസാനിക്കുന്നതോടുകൂടി നമുക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം കിട്ടും. സാർ, ഞാൻ A+ ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിൻ്റെ നമ്പറാണ് ഞാൻ ഓരോ ജില്ല തിരിച്ച് എന്നോട് പറഞ്ഞത്. നമുക്ക് അങ്ങയുടെ മണ്ഡലത്തിൽ ഏതെങ്കിലും അത്ര A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിവരം പരിശോധിക്കാം. എന്ന് മാത്രമല്ല, അധ്യാപകർക്ക് ചോദിച്ച അധ്യാപകർ നിയമിക്കുമെന്ന് ഇത്തരം ഒഴിവുകളിൽ സാർ, ഇപ്പോൾ അഡീഷണൽ വരുന്ന ടീച്ചേഴ്സിന്, സ്റ്റുഡൻസിന് പഠിപ്പിക്കാൻ അധ്യാപകർ കൂടി നിയമിക്കും. അഡീഷണൽ ബാച്ചിന് നമുക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശ്രീ MS അരുൺകുമാർ. സാർ, ഈ വർഷം ഏകജാല പ്രവേശന മാനദണ്ഡങ്ങളിൽ എന്തെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് വിശദമാക്കാം. മിനിസ്റ്റർ. സർ, ഈ വർഷം ഏകജാലക സംവിധാനത്തിൽ കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേ സംവിധാനം തന്നെയാണ് തുടർന്ന് പോകുന്നത്. ശ്രീ സജീവ് ജോസഫ്. സർ, +1
സീറ്റുകളിലേക്ക് അപേക്ഷ കൊടുത്ത പലർക്കും അവരാഗ്രഹിച്ച വിഷയങ്ങളിൽ അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് സാർ. കൂടുതലും സയൻസ് വിഷയങ്ങളിലാണുള്ളത്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൽ പോലും ചില മേഖലകളിൽ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാത്തൊരു സാഹചര്യമുണ്ട് സാർ. സാർ, അപ്പോൾ ഇത്തരം മേഖലകളിൽ അഡീഷണൽ ബാച്ച് അനുവദിക്കുന്നത് സംബന്ധിച്ച് ഗവൺമെൻറ് സ്കൂളുകളിലെങ്കിലും അടിയന്തരമായൊരു നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് സാർ. നമുക്ക് വിജയശതമാനം എന്ന് പറഞ്ഞാൽ 99% അതിൻ്റെ സംതിങ്ങാണ്. A+ അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് അഡ്മിഷൻ വേണം, ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടണം. അത് ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോഴും അങ്ങ് ഇപ്പുറത്ത് നിന്ന് സംസാരിക്കുമ്പോഴും നമുക്കെല്ലാം പൊതുവിൽ അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമാണ്. എങ്കിൽ തന്നെയും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൂടി കഴിയുന്ന അവസരത്തിൽ മാത്രമേ ഇനി എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അങ്ങനെ വളരെ ഗൗരവമായിട്ടുള്ള വിഷയം ഏതെങ്കിലും ജില്ലയിലുണ്ടെങ്കിൽ, ഏതെങ്കിലും മണ്ഡലത്തിലുണ്ടെങ്കിൽ, ഏതെങ്കിലും താലൂക്കിലുണ്ടെങ്കിൽ നമുക്കത് ഗൗരവമായി പരിശോധിക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. ശ്രീ ലിൻഡോ ജോസഫ്. സാർ, നമ്മുടെ ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകൾ സൃഷ്ടിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു സ്ഥിതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. സാർ, ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഹയർ സെക്കൻഡറി പ്രവേശനം 3ാം ഘട്ട അലോട്ട്മെൻറ്റ് പൂർത്തീകരിച്ച് ജൂലൈ മാസം 1-ാം തീയതി +1 ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ്. ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മന്ത്രിയെയും അതിൻ്റെ വകുപ്പിനെയും പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. സാർ, ഈ പ്രവർത്തനം ഇങ്ങനെ പോകുന്നതിന് കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏകജാലക സംവിധാനമാണ്. നമ്മുടെ ഏകജാലക സംവിധാനത്തിൻ്റെ ഈ തവണത്തെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിൻ്റെ ഏകജാലക സംവിധാനത്തിൻ്റെ പ്രവേശനത്തിൻ്റെ മെച്ചം എന്താണ് എന്നൊന്ന് വിശദീകരിക്കാം. യെസ് മിനിസ്റ്റർ. ഏകജാലക സംവിധാനത്തിൻ്റെ മെച്ചം. സാർ, ഏകജാലക സംവിധാനത്തിന് മിച്ചമേ ഉള്ളൂ. ഏകജാലം നിലവിൽ വരുന്നതിന് മുമ്പ് സമീപത്തെ 10 സ്കൂളുകൾ ഏതെങ്കിലും ഒന്നിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ സ്കൂളുകളെല്ലാം പ്രത്യേക അപേക്ഷകൾ നൽകാമായിരുന്നു. എല്ലാ സ്കൂളുകളിലെയും അഡ്മിഷൻ തീയതി ഒരുപോലെ ആയതിനാൽ വിദ്യാർത്ഥികൾക്ക് എല്ലായിടത്തും ഹാജരാകുവാൻ കഴിയുമായിരുന്നില്ല. ഒരു വഴിയെന്ന നിലയിൽ അപേക്ഷാർത്ഥി ഒരു സ്കൂളിൽ പോവുകയും തൻ്റെ ബന്ധുക്കളിൽ ചിലരുടെ മൊബൈൽ ഫോണുമായി മറ്റ് സ്കൂളുകളിലേക്ക് അയക്കുകയുമായിരുന്നു സാധാരണഗതിയിലുള്ള പതിവ്. സാർ, ഒന്നിലധികം ദേശീയ അവാർഡുകളും മറ്റ് അവാർഡുകൾ നേടിയിട്ടുള്ള ഹയർ സെക്കൻഡറി ഏകജാല സംവിധാനത്തിൻ്റെ പ്രധാന ആകർഷണം ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തം ജില്ലയിലെ ഇഷ്ടമുള്ള എത്ര സ്കൂളിൽ വേണമെങ്കിലും ഏത് വിഷയ കോമ്പിനേഷനിലും ഒരു നിയന്ത്രണമില്ലാതെ ഒരൊറ്റ അപേക്ഷയിലൂടെ അപേക്ഷിക്കാം എന്നുള്ളതാണ് ഏകജാല സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സാർ, എന്നിരുന്നാലും ജില്ലാ അതിർത്തികളിലുള്ള വിദ്യാർത്ഥികൾ ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഒരു അപേക്ഷയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സ്കൂളുകളും തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നില്ല എന്നത് ഒരു പോരായ്മ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ +1 പ്രവേശനം ലളിതവും സുതാര്യവും കാര്യക്ഷമവും സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ സാധിച്ചുവെന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു നേട്ടം. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ മികച്ച ഈ ഗവേൺസ് സോഫ്റ്റ്വെയറിന് 3 ദേശീയ അവാർഡുകളും 1 സംസ്ഥാന അവാർഡും കരസ്ഥമാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഏകജാല സംവിധാനത്തിലൂടെ പ്രവേശനം ആരംഭിച്ച വർഷം മുതൽ കാലാകാലങ്ങളായി സർക്കാർ ഉത്തരവിലൂടെ സർക്കാർ അംഗീകരിച്ച പ്രോസ്പെക്ടസ് അനുസരിച്ചാണ് ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ നടന്നു വരുന്നത്. ശ്രീ എ കെ മഷ്റഫ്. കഴിഞ്ഞ 3 വർഷങ്ങളിലും മഞ്ചേശ്വരത്തും കാസർഗോഡ് മണ്ഡലങ്ങളിലെ കുട്ടികളുടെ +1 രൂക്ഷമായ പ്രശ്നം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞങ്ങളുടെ 2 മണ്ഡലത്തിൽ ഓരോ വർഷം 200ഉം 300ഉം കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചു പോകാൻ മന്ത്രി പ്രത്യേകം നടത്തിയ ഇടപെടലിനെ ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. സർ, വീണ്ടും ഈ പ്രാവശ്യവും രൂക്ഷമായി എൻ്റെ മണ്ഡലത്തിലെ ഒരുപാട് കുട്ടികൾ മംഗലാപുരത്തേക്ക് പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് PUCക്ക് പഠിക്കാൻ പോയിട്ട് പോലും +1 സീറ്റ് കിട്ടാണ്ട്, ഇഷ്ട വിഷയം കിട്ടാണ്ട്, ഇഷ്ട സ്കൂൾ കിട്ടാണ്ട് പ്രയാസപ്പെടുന്ന കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം അങ്ങ് നിയോഗിച്ച കമ്മിറ്റി മലപ്പുറത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന കൂട്ടത്തിൽ കാസർകോട്ടെ ഞങ്ങളുടെ 2 മണ്ഡലം കൂടി അതിൻ്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തി അവശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി ഈ പ്രാവശ്യം വിദ്യാലയത്തിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കാനുള്ള നടപടി കൈകൊള്ളുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട അംഗം, നമ്മൾ യഥാർത്ഥത്തിൽ മലപ്പുറത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിക്കുകയും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ കിട്ടുകയും ചെയ്ത ജില്ല എന്നുള്ള നിലയിൽ അതാണ് നമ്മളെല്ലാവരും പരിഗണിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത്.
കാസർഗോഡൊന്നും അത്ര ഒരു വല്ല ഗുരുതരമായ വിഷയമില്ല. ബഹുമാനപ്പെട്ട അഷ്റഫ് കേൾക്കണം, ചോദ്യം ചോദിച്ചിട്ടിരിക്കല്ലേ, ഉത്തരം കേൾക്കണം. അങ്ങക്ക് ഇത് കഴിഞ്ഞ വർഷത്തെ അതേ സ്ഥിതി തന്നെയാണ് ഈ വർഷം ഉള്ളത്. കഴിഞ്ഞ വർഷം അങ്ങക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ, അതുപോലെ ഈ വർഷം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് അങ്ങ് ധരിച്ചു. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. സാർ, ഏകജാലക പ്രവേശനം താലൂക്ക് അടിസ്ഥാനത്തിൽ നടത്താൻ കഴിയും എന്ന് ഉറപ്പാക്കാൻ കഴിയുമോ? യെസ് മിനിസ്റ്റർ. സാർ, ഏകജാലക പ്രവേശനം താലൂക്ക് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചു. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്നു. അത് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ. ശ്രീ സണ്ണി ജോസഫ്. സാർ, ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് സ്കൂൾ ട്രാൻസ്ഫറിനുള്ള അവസരം കൊടുക്കുന്നത്. അതുകൊണ്ട് വരുന്നൊരു പ്രയാസം എന്താ വെച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടി സ്കൂൾ ട്രാൻസ്ഫറിലൂടെ പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു സ്കൂളിൽ മാർക്ക് കുറഞ്ഞ കുട്ടി സപ്ലിമെൻ്ററി ലിസ്റ്റിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഈ സ്കൂൾ ട്രാൻസ്ഫർ നേരത്തെയാക്കി കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന സ്കൂളിലേക്ക് വരാനുള്ള കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കും. യെസ് മിനിസ്റ്റർ. സാർ, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഓൺലൈനിൽ നമുക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അഡ്മിഷൻ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്കൂളിലേക്കുള്ള സ്ഥലമാറ്റം നടക്കുന്നത്. അതിനൊരു നടപടിക്രമമുണ്ട്. ഏത് സ്കൂളിലാണോ കുട്ടി സ്ഥലം മാറി പോകാൻ ആഗ്രഹിക്കുന്നോ ആ സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ അനുവാദം വേണ്ടിയിരിക്കുന്നു. അപ്പം നമുക്കത് ആരംഭിക്കാൻ കഴിയുന്നത് അഡ്മിഷൻ ക്ലോസ് ചെയ്ത ശേഷമേ ആരംഭിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അഡ്മിഷൻ ക്ലോസ് ചെയ്ത ശേഷം അങ്ങനെയുള്ള അപേക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം. ആ പരിഗണിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാം. ശ്രീമതി ശാന്തകുമാരി. സാർ, ഈ +1 പ്രവേശനം നടക്കുന്ന ഈ വേളയിൽ സാധാരണഗതിയിൽ ഈ കമ്പ്യൂട്ടർ സെൻ്ററുകളിൽ തിക്കും തിരക്കാണ്. അതുകൊണ്ട് പല കുട്ടികളും 2-3 ദിവസം കഴിഞ്ഞ ശേഷമാണ് പിന്നെ അവരുടെ തിരക്കൊഴിയുന്നതിനനുസരിച്ചുകൊണ്ടാണ് അപേക്ഷ ആവുന്നത്. അക്ഷയ മാത്രമല്ല, മറ്റ് കേന്ദ്രങ്ങളിലെല്ലാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളൊരു പരിശീലനം നടത്തുന്നത് നല്ലതല്ലേ എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. സാർ, നല്ല നിർദ്ദേശമാണ്. ഇപ്പോൾ നിലവിൽ SLCക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ IT സിലബസിൽ ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സ്വയം അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയെന്നും പാഠ്യഭാഗത്തിലുണ്ട്. ഇത് കുറെ കൂടി കാര്യക്ഷമമാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ചോദ്യം നമ്പർ 392 ശ്രീ മാത്യു ടി തോമസ്, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സാറേ, ടൂറിസം മേഖലയിലെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലായി 180 ടൂറിസം പോലീസിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സാർ, ഇത് വളരെ നീണ്ടതാണ് ടേബിളിൽ. ശ്രീ മാത്യു ടി തോമസ്. നമ്മുടെ ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നം വിദേശികളായി എത്തുന്ന ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ചില ആളുകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സർ, അതുകൊണ്ട് നമ്മുടെ ട്രാവൽ ഏജൻസീസുമായി കൊളാബറേഷനിൽ വളരെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ടൂറിസ്റ്റ് ഗൈഡുകളെ ഈ വിദേശ ടൂറിസ്റ്റുകൾക്ക് ലഭ്യമാക്കി കൊടുത്ത് അവരെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്താം. അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവിടെ മാർക്കറ്റിങ്ങിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാനാണോ വരുന്നത്, അവിടെയും അവർ ചൂഷണത്തിന് വിധേയരാകാറുണ്ട്. അപ്പോൾ അതിനൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എടുത്ത് നമുക്ക് ടൂറിസ്റ്റ് ഗൈഡുകളുടെ സേവനം അവർക്ക് കൂടുതൽ ലഭ്യമാക്കാൻ സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ടാകും. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മൾ ടൂറിസ്റ്റ് ഗൈഡുകളുടെ കാര്യത്തിൽ കൃത്യമായൊരു നിയന്ത്രണം ഉണ്ടാകേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, വിവിധ രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് സാധ്യമാകുന്ന നിലയിൽ അതാത് ഭാഷകളിൽ സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും പറ്റുന്നവരെ നമുക്ക് കണ്ടെത്തി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു സ്ഥിതി ഉണ്ടാവണം. അതിൻ്റെ ചില കാര്യങ്ങൾ ഇപ്പോൾ ടൂറിസം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസം ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിലൂടെ പുതിയ തലമുറയെ തന്നെ ഇത്തരം ഒരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. സാർ, പുതിയ കാലത്ത് ടെക്നോളജിയുടെ സാധ്യതയെ കൂടി ഉപയോഗപ്പെടുത്തിയാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനാകും. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ മറ്റ് നിലയിലുള്ള ചൂഷണം സഞ്ചാരികൾ നേരിടുന്നത് തടയാൻ, പൊതുവേ കേരളത്തിലത് കുറവാണെങ്കിലും തടയാനുള്ള എന്തൊക്കെ മാർഗങ്ങളാണോ അതൊക്കെ തന്നെ സർക്കാർ പരിശോധിച്ച് ഇടപെടും എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വൃത്തിയായും സുരക്ഷിതമായും സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ പ്രധാന വിഷയം. സാർ, പ്രധാനപ്പെട്ട വിനോദസഞ്ചാര ഈവൻറ്റുകൾ
നമ്മുടെ കൊച്ചി മുസിരീസ് ബിനാല, തൃശ്ശൂർ പൂരം, നമ്മുടെ വള്ളംകളികൾ, ഇവിടെയൊക്കെ നമുക്ക് ഒരു സുരക്ഷ, അതോടൊപ്പം തന്നെ ശുചിത്വ ഓഡിറ്റുകൾ നടത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കും. സർ, ഇതിലെ ഒരു വിഷയം ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ മാലിന്യ പ്രശ്നം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നേരിടുന്ന വിഷയമാണ്. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ അതിന് പല കാര്യങ്ങളും മുൻകൈ എടുക്കുന്നുണ്ട്. ഈ തുറമുഖ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യോഗം ചേർന്നു. മന്ത്രി ശ്രീ വാസവൻ അതിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷവും ആ യോഗം തുടർന്നു. വളരെ പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സർ, പൊതുവേ ഒരു ടൂറിസ്റ്റ് കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ, അപ്പോൾ കുറച്ച് അതിഥികൾ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒന്ന് ശരിയാക്കി എടുക്കും. അങ്ങനെ ഉള്ള ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഞാൻ ഉൾപ്പെടെ നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ളൊരു പരിശോധന നടത്തുമ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റുകൾ ചിലയിടത്ത് വളരെ ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എല്ലായിടത്തും ഇപ്പോൾ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് ഇല്ല. MLA-മാർ ചെയർ ചെയ്യുന്ന അത്തരം ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റുകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. അതോടൊപ്പം ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റുകൾ സാധ്യമാകുന്ന നിലയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിപാലിക്കുന്ന ഇടപെടൽ നടത്തണം. സർ, ഈ ഒരു ടൂറിസ്റ്റ് കൾച്ചർ വളരെ പോസിറ്റീവായി കൊണ്ടുവരുന്നതിന് ആദ്യം നമ്മൾ അതിൽ ഉപയോഗപ്പെടുത്തേണ്ടത് പുതിയ തലമുറയാണ്. സർ, വളരെ നല്ല നിലയിലാണ് പുതിയ തലമുറ ഇത്തരം വിഷയങ്ങളെ കാണുന്നത്. അതുകൊണ്ട് പുതിയ തലമുറയെ ഇത്തരം പരിപാലനത്തിൻ്റെ ഒരു പ്രധാന ചുമതല ഏൽപ്പിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. സർ, അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ടൂറിസം ക്ലബ്ബുകൾ വ്യാപകമാക്കുകയാണ്. അങ്ങനെ വ്യാപകമാക്കുന്ന ടൂറിസം ക്ലബ്ബുകൾ ഓരോ ക്യാമ്പസിലും അല്ലെങ്കിൽ മറ്റ് യൂത്തുള്ളിടങ്ങളിലും ഒരു പ്രത്യേക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അവർക്ക് ചുമതല നൽകിക്കൊണ്ട് പരിപാലിക്കുന്ന ഒരു സ്ഥിതിയാണ് സാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് എന്നുള്ളതിൽ നടത്തിയപ്പോൾ വളരെ ഫലപ്രദമായി അത് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം വരുന്ന സഞ്ചാരികൾക്ക് സ്വയം ഈ ഡെസ്റ്റിനേഷൻ ഒരു ക്ലീൻ ഡെസ്റ്റിനേഷനാണെന്ന് തോന്നുന്ന നിലയിലേക്കുള്ള മാറ്റങ്ങൾ പുതിയ കാലത്തിൻ്റെ സാധ്യതയെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്താനുള്ള ശ്രമം ടൂറിസം വകുപ്പ് നടത്തുന്നുണ്ട്. ശ്രീ തോമസ് കെ തോമസ്. സാർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയാണ് കായൽ ടൂറിസം. പ്രത്യേകിച്ച് കുട്ടനാട്ടുകാരായ ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ ഈ കായൽ ടൂറിസം കൊണ്ടാണ്. ഹൗസ് ബോട്ട് ടൂറിസത്തിൽ ഈ കായലുകൾ മലിനമാകുന്നു എന്നുള്ള പൊതുവെ ഒരു പരാതിയുണ്ട്. അതുകൊണ്ട് മാലിന്യ സംസ്കരണത്തിന് കൂടുതൽ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുമോ? അതിനോടൊപ്പം ഹൗസ് ബോട്ടിൽ കയറാൻ പ്രിയപ്പെട്ട ചിത്തനും സലാമും എൻ്റെയും സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലം. ഈ ഹൗസ് ബോട്ടിലോട്ട് കയറാനുള്ള ഒരു സംവിധാനം അവിടെ എല്ലാം വളരെ കുറവാണ്. ആ രീതിയിൽ കയറുവാനായിട്ടുള്ള ഒരു സംവിധാനം, ഹൗസ് ബോട്ടിനകത്തോട്ട് കയറുവാനുള്ള സംവിധാനം ഉണ്ടാക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് നിരവധി തവണ ഇടപെട്ടതാണ്. അത് മറ്റു വകുപ്പുമായിട്ട് തുറമുഖ വകുപ്പുമായിട്ട് കൂടി ബന്ധപ്പെട്ട വിഷയമാണ്. ആ നിലയിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ്. അതിന് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്, മുമ്പ് സഭയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഹൗസ് ബോട്ട് നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്രൊഡക്റ്റാണ്. ഒരു ടൂറിസം പ്രൊഡക്റ്റ് എന്നുള്ളതിൽ ഹൗസ് ബോട്ട് വന്ന ഉടനെ തന്നെ ഹൗസ് ബോട്ട് ക്ലിക്കായിരുന്നില്ല. 3.5 പതിറ്റാണ്ട് മുമ്പാണ്. ഒരുപാട് വിമർശനങ്ങൾ ഹൗസ് ബോട്ടുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാരവൺ വന്ന സമയത്തും ഒരു 3.5 പതിറ്റാണ്ടിന് ശേഷം ഒരു പ്രൊഡക്റ്റ് വന്ന സമയത്തും കാരവൺ ഒന്നും ആയില്ല എന്ന് പറഞ്ഞുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അത് കുറച്ച് സമയമെടുക്കും. അങ്ങനെ സമയമെടുത്ത് ഘട്ടം ഘട്ടമായി ഡെവലപ്പ് ചെയ്തതാണ് ഹൗസ് ബോട്ട്. ഹൗസ് ബോട്ട് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഒരു പ്രധാന പ്രശ്നമായി മാലിന്യ പ്രശ്നം ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അത് പരിഹരിക്കാൻ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ അത് ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സജ്ജമാക്കുന്നുണ്ട്. ഇപ്പോൾ ഹൗസ് ബോട്ടുകളുടെ മാലിന്യ സംസ്കരണത്തിനായി കൂടുതൽ സ്ഥലങ്ങളിൽ പ്രാഥമിക പരിശോധന ടൂറിസം വകുപ്പ് നടത്തിയിട്ടുണ്ട്. ഇവിടെ STP സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. ഈ സാമ്പത്തിക വർഷം തന്നെ അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കും. സർ, തുറമുഖ വകുപ്പും ഇതിൽ ഒട്ടേറെ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. യോജിച്ച് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാം. പിന്നെ ഹൗസ് ബോട്ടിൽ ആളുകൾ കയറാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ഒരുക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ചർച്ച ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. ശ്രീ കോവൂർ കുഞ്ഞുമോൻ. താങ്ക് യു സർ. സർ, ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറുകയാണ്. സാർ, അത്തരം ഹബ്ബായി മാറുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയെയും ഗവൺമെൻറ്റിനെയും അഭിനന്ദിക്കുകയാണ് സാർ. സാർ, എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ഡെസ്റ്റിനേഷൻ റേറ്റിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തുമോ? വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകളിൽ നിന്നും ഫീഡ്ബാക്ക് എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ.
സാർ, ഇത് ചില വിദേശ രാജ്യങ്ങളിലുണ്ട്. അവിടെ വളരെ നല്ല നിലയിൽ ഒരു ആരോഗ്യകരമായ മത്സരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ഒരു റേറ്റിംഗ് നിശ്ചയിക്കാൻ സഞ്ചാരിക്ക് താൻ വന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാനുള്ള ഒരു സംവിധാനം വേണ്ടതുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി QR കോഡ് സ്കാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് എന്നുള്ളതിൽ ആരംഭിച്ചു. നല്ല റിസൾട്ടായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി QR കോഡ് സ്കാൻ്റെ ഭാഗമായി അവിടുത്തെ സൗകര്യങ്ങളെ റേറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കും. അത് നമുക്ക് ഒന്നുകൂടി മറ്റ് ജില്ലകളിലെ കൂടി മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ കൂടി വ്യാപിപ്പിക്കണം. സർ, ടൂറിസത്തിൻ്റെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ രൂപീകരണത്തിന് സഞ്ചാരികളുടെ അഭിപ്രായ സർവേ ഏജൻസി മുഖാന്തരം ടൂറിസം വകുപ്പ് നടത്താറുണ്ട്. കേരളത്തിൽ മികച്ച അനുഭവം ഒരുക്കാൻ ഗവൺമെൻറ് ഡെസ്റ്റിനേഷൻ റേറ്റിംഗ് പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി ടൂറിസം വകുപ്പ് തീരുമാനിച്ച വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ KP മോഹനൻ. സർ, കേരളത്തിലെ ടൂറിസം മേഖലയിലെ അപകടങ്ങൾ കുറക്കുന്നതിന് വേണ്ടി ലൈഫ് ഗാർഡുകൾ വലിയ ഇടപെടൽ നടത്തുന്നുണ്ട് സർ. സർ, അവരുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാനും കൂടുതൽ ബീച്ചുകളിലും ജലാശയങ്ങളിലും ടൂറിസം വ്യാപിച്ച സാഹചര്യത്തിൽ കൂടുതൽ ലൈഫ് ഗാർഡുമാരെ നിയമിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കും. സർ, കൂത്തുപറമ്പ് മണ്ഡലത്തിൽ മലനാട് റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി മയ്യഴിപ്പുഴയിൽ പാത്തിക്കൽ, മോന്താൽ, കരിയാട്, പെരിങ്ങത്തൂർ എന്നിവിടങ്ങളിലെ ബോട്ട് ടെർമിനലുകളിലും സുരക്ഷാ ഗാർഡുമാരെ നിയമിക്കുന്നതിനോടൊപ്പം സാർ ഇന്നലെ ഞാൻ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലെ ബലിതർപ്പണ കടവിൽ പോകാൻ ഇടയായി സാർ. അവിടുന്നും അവിടെ ബഹുമാനപ്പെട്ട അവിടുത്തെ അംഗം കുറുക്കോളി മൊയ്തീൻ നിവേദനം നൽകിയതായിട്ട് അറിഞ്ഞു. ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന്. സർ, ലൈഫ് ഗാർഡുകൾ വലിയൊരു പങ്കാണ് നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എല്ലാ നിലയിലും വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ അർത്ഥത്തിൽ തന്നെ ടൂറിസം വകുപ്പ് കാണുന്നുണ്ട്. അവർക്ക് ആവശ്യമായ റെസ്റ്റിംഗ് ടെൻറ്റുകൾ വേണ്ടതുണ്ട് സർ. പല സ്ഥലത്ത് അവർക്ക് വിശ്രമിക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായ റെസ്റ്റിംഗ് ടെൻറ്റുകൾ ആവശ്യമുണ്ട്. ലൈഫ് സേവിങ് അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് അതിൻ്റെ ഭാഗമായി അവർക്ക് വേണ്ടതുണ്ട്. പലയിടത്തും എക്യുപ്മെൻറ്റ്സ് ഇല്ല എന്നുള്ള പ്രശ്നങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി റെസ്റ്റിംഗ് ടെൻറ്റും ലൈഫ് സേവിങ് എക്യുപ്മെൻറ്റ്സും ലഭ്യമാക്കുന്നതിനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടു എന്നുള്ളവരെ സഭയെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഗാർഡുകളുടെ ഇൻഷുറൻസ് പരിരക്ഷ നടപ്പിലാക്കാൻ ഈ സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ലൈഫ് ഗാർഡുകളുടെ എണ്ണം കൂടി വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുന്ന കാര്യവും ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ IC ബാലകൃഷ്ണൻ, പ്ലീസ് വക്കീലേ. സാർ, വയനാട് ജില്ലയിൽ ടൂറിസം മേഖല അതിവേഗം വളർന്നുകൊണ്ടിരിക്കുക. ദേശീയ ഭൂപടത്തിലടക്കം ഇടം പിടിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ടൂറിസം മേഖല വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുക സാർ. നിരവധി ടൂറിസ്റ്റുകൾ അവിടെ വന്ന് നിരാശയോടുകൂടി തിരിച്ചു. ഉദാഹരണം എടക്കൽ കേവ് സാർ, അവിടെ ഒരു ദിവസം 3000-4000 ടൂറിസ്റ്റുകൾ വരുന്നു. അവിടെ കൊടുക്കുന്ന ടിക്കറ്റ് 1920 സാർ. അതോടൊപ്പം തന്നെ എന്നൂർ, അങ്ങയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്ത എന്നൂർ 10,000 പേര് ഒരു ദിവസം സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് 2000-ആയി ചുരുക്കിയിരിക്കുക. മാത്രമല്ല പ്രവേശനമില്ല, അങ്ങോട്ട് ടിക്കറ്റില്ല. അവർ നിരാശയോടുകൂടി തിരിച്ചു പോവുകയാണ്. അതോടൊപ്പം തന്നെ കുറുവാദ്വീപ്, ഇക്കോ ടൂറിസം, മുത്തങ്ങ എല്ലാം കൂട്ടിയിരിക്കുക. അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വളരെ നിരാശമായി തിരിച്ചു പോകുമ്പോൾ ദേശീയ ഭൂപടത്തിൽ ഇടം പിടിച്ച വയനാട് ജില്ലയിലെ ടൂറിസം മേഖല അനന്ത സാധ്യതകളിൽ നിന്നൊരു മാറ്റം മുരടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങ് ഇടപെട്ട പരിഹാരം ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. സാർ, നമ്മുടെ ടൂറിസം പൊതുവെ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഓവർ ടൂറിസത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് സാർ. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം അൺഎക്സ്പ്ലോർഡ് ആണെങ്കിൽ അത് എല്ലാ നിലയിൽ എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി അതിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇടപെടൽ നടത്തിയാൽ ആളുകൾ വരും. ഈ വരുന്ന സഞ്ചാരികൾ തന്നെയാണ് പിന്നെ ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ പ്രചാരകർ. ആ പ്രചരണം ഘട്ടം ഘട്ടമായി ഉയർന്ന് അവിടുത്തെ പശ്ചാത്തല സൗകര്യവും അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതക്കും താങ്ങാൻ പറ്റാത്ത നിലയിലേക്കുള്ള സഞ്ചാരികളുടെ വലിയ ഒഴുക്ക് ഉണ്ടാകും. അതാണ് പൊതുവെ ഓവർ ടൂറിസമായി പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ചില കേന്ദ്രങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ആ ഓവർ ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി നേരിടുന്ന ഇടമാണ് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടിയ വയനാട് ജില്ല. സാർ, ബാംഗ്ലൂർ IT രംഗത്തുള്ളവർ മുമ്പ് പലതവണ സഭയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ എല്ലാ വീക്കെൻഡും വരാൻ വേണ്ടിയിട്ടുള്ളൊരു കേന്ദ്രമായി വയനാടിനെ തിരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ വയനാടിന് ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നം, ഒന്ന് വയനാട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വയനാടിൻ്റെ ഭൂപ്രകൃതി അതിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. പക്ഷേ വയനാടിന് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് ആളുകൾ അവിടെ വരുന്നു എന്നുള്ളതാണ്.
ഇത് പരിഹരിക്കാൻ നമുക്ക് വയനാട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പൊതുവെ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഒന്ന്, വയനാട്ടിൽ ചില പ്രത്യേക ഇടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി നിൽക്കുന്നത്. എന്നാൽ അതിമനോഹരമായ സ്ഥലങ്ങൾ നമുക്ക് വയനാടിനെ ഇനിയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അവയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും സാർ. കോവിഡിന് ശേഷം, കോവിഡ് സമയത്ത് സഭ നമ്മൾ ചർച്ച ചെയ്താണ് റിവഞ്ച് ടൂറിസത്തെക്കുറിച്ച്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ചിലയിടങ്ങളിൽ റിവഞ്ച് ടൂറിസത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ റിവഞ്ച് ടൂറിസത്തിൽ നിന്ന് മാറി സൈലൻറ്റ് ടൂറിസത്തിലേക്ക് മെല്ലെ വരികയാണ്. സൈലൻറ്റ് ടൂറിസം എന്ന് പറയുമ്പോൾ ഈ ജനങ്ങളാകെ തിങ്ങി നിറയുന്ന ഇടങ്ങളല്ലാതെ സ്വസ്ഥമായി പോയിരിക്കാൻ പറ്റുന്ന, അത്രത്തോളം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ പോവുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള സൈലൻറ്റ് ടൂറിസം വരുമെന്ന് കണ്ടുകൊണ്ടാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുള്ളത്. ഡെസ്റ്റിനേഷൻ പദ്ധതിയുടെ ചാലഞ്ചിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു, തദ്ദേശ വകുപ്പ് നമ്മൾ ജോയിൻ്റായി 60-40 എന്നുള്ള നിലയിൽ റവന്യൂ ഷെയറിംഗ് പൂർണ്ണമായും തദ്ദേശ വകുപ്പിന് നൽകുന്ന പദ്ധതിയാണ്. ഇപ്പോൾ 10-35 പദ്ധതി ഏറെക്കുറെ റെഡിയായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാണ്. കുറ്റിപ്പുറം അംഗം അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ തന്നെ ഒന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ സൈലൻറ്റ് ടൂറിസത്തിന് സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് വയനാട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തി നമുക്ക് പോകാൻ വേണ്ടി പറ്റും സാർ. പൊതുവെ ആളുകൾക്ക് സ്വസ്ഥത ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സ്വസ്ഥത എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാലമാണ്. അപ്പോൾ സൈലൻറ്റ് ടൂറിസത്തിൻ്റെ സാധ്യതയ്ക്ക് പറ്റിയ ഒരു കാലത്ത് അതിനുകൂടി സാധ്യമാകുന്ന ഡെവലപ്മെൻറ്റ് വയനാട്ടിലുൾപ്പെടെ എങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളത് പരിശോധിക്കാം. വയനാട്ടിലെ ഈ ഗതാഗതക്കുരുപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേരളത്തെ, ലോകത്തെ ഏതൊരു മലയാളിയുടെയും പ്രിയപ്പെട്ട പദ്ധതിയായ തുരങ്കപാതയ്ക്ക് സർക്കാർ തുടക്കം കുറിക്കുന്നു എന്നുള്ള സന്തോഷ വിവരം കൂടി സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ എ. രാജ. സർ, കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ. സീസണുകളിൽ സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മണിക്കൂറുകളാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. സർ, ഇതിന് പരിഹാരമുണ്ടാക്കുന്നതിന് പൊതുമരാമത്ത് മന്ത്രി കൂടിയായിട്ടുള്ള അങ്ങ് ഇടപെടൽ നടത്തുമോ എന്നാണ് സാർ എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സാർ, മൂന്നാറിലേക്ക് ഇപ്പോൾ ഒരുപാട് റോഡുകൾ നമ്മൾ നല്ല നിലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മൂന്നാറും ആ പ്രദേശത്തേക്കും അരിക്കൊമ്പൻ സംഭവത്തോടു കൂടി മൂന്നാറിലെ റോഡുകൾ കുറേ കൂടി സമൂഹത്തിൽ അറിയപ്പെടുന്ന സ്ഥിതി ഉണ്ടായി സാർ. മറ്റ് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ റോഡുകൾ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ 8 വർഷക്കാലം, ഇപ്പോൾ ബഹുമാനപ്പെട്ട എം മണി അംഗം ഇവിടെ ഇല്ല, ഒരു 8 വർഷക്കാലം ഒട്ടേറെ വികസന പ്രവർത്തനം ഇടുക്കി ജില്ലയിൽ നടന്നിട്ടുണ്ട്. റോഡുകളുടെ വികസനവും നമുക്ക് നല്ല നിലയിൽ നടത്തി കൊണ്ടുവരാവുന്നതാണ്. വയനാട് പറഞ്ഞതുപോലെ തന്നെ അനന്തമായ സാധ്യതയാണ് ഇടുക്കി ജില്ലയിലും കാണുന്നത്. ഇപ്പോൾ ആസ്ട്രോണമി ടൂറിസം എന്നുള്ള ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡാണ് ഈ നക്ഷത്രങ്ങൾ കണ്ടുറങ്ങുക എന്നുള്ളത്. അതിന് പറ്റിയ ഇടമായിട്ടാണ് ഇടുക്കിയെ പറയുന്നത്. അപ്പോൾ അത്തരം സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തും. പൊതുവേ ചിലപ്പോൾ ചില വിഷമമൊക്കെ വരുമ്പോൾ നക്ഷത്രം കണ്ട് ഉറങ്ങുന്ന ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ അതിന് പറ്റിയ നിലയിൽ നമുക്ക് ഇടുക്കി ടൂറിസത്തെ മാറ്റാൻ സാധിക്കുന്ന കാര്യം കൂടി ആലോചിക്കാവുന്നതാണെന്നുള്ളത് സഭയെ അറിയിക്കുക. ശ്രീ അൻവർ സാദത്ത്. സർ, അന്തർദേശീയ നിലവാരമുള്ള ഒരു ടൂറിസം പദ്ധതി ആലുവയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങക്ക് ഞാൻ കത്ത് തന്നു. അങ്ങ് റിപ്പോർട്ടും ചോദിച്ചിട്ടുണ്ട്. സാറേ, എയർപോർട്ടിൽ നിന്ന് വരുന്ന എയർപോർട്ടിൽ വരുന്ന നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ദേശത്തുനിന്ന് വന്നിട്ട് നേരെ ആലുവ ശിവരാത്രി മടപ്പ് വന്ന് സീറ്റ് ഫാം വഴി പരഞ്ചാജ് മടപ്പത്തേക്ക് പോകുന്ന റോപ്പ് വേ, അതുപോലെ തന്നെ നമുക്ക് തൂക്കുപാലം അടക്കമുള്ള ബോട്ട് സർവീസ് അടക്കമുള്ള ഒരു പദ്ധതി ഞാൻ അങ്ങേക്ക് തന്നിട്ട് അങ്ങ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന പദ്ധതിയായി ആ പദ്ധതി മുന്നോട്ട് പോകാമെന്ന് അദ്ദേഹം അങ്ങ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സാർ, ആ പദ്ധതിയുടെ കൺസെപ്റ്റ് നോട്ട് ആയിട്ടുണ്ട്. ആ പദ്ധതി എത്രയും വേഗം കേന്ദ്രത്തിന് സമർപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. ആലുവയുടെ പ്രത്യേക സാധ്യത കണ്ടുകൊണ്ട് തന്നെയാണ് ടൂറിസം വകുപ്പ് പല നിലയിലും ഇടപെട്ടിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പദ്ധതി ഉൾപ്പെടെ ഏതൊക്കെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളത് പരിശോധിച്ച് മുന്നോട്ട് പോകും. ശ്രീ സി എച്ച് കുഞ്ഞമ്പു. സാർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ബേക്കൽ കോട്ടയും ബീച്ചും വളരെ മനോഹരമാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി നടത്തിയ ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ ലക്ഷക്കണക്കിന് ആഭ്യന്തര ടൂറിസ്റ്റുകളെ അവിടത്തേക്ക് ആകർഷിച്ചിട്ടുണ്ട്. അവിസ്മരണീയമായ ഒരു ഫെസ്റ്റിവലാണ് അവിടെ നടന്നത്. ഒന്നാമത്തെ എഡിഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും, രണ്ടാമത്തെ എഡിഷൻ ബഹുമാനപ്പെട്ട സ്പീക്കറുമാണ് ഉദ്ഘാടനം ചെയ്തത്. മൂന്നാമത്തെ എഡിഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം വിദേശ ടൂറിസ്റ്റുകളും അവിടത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യാത്രാ സൗകര്യമാണ്. മംഗലാപുരം, കണ്ണൂർ എയർപോർട്ടുകൾ ഉണ്ടെങ്കിലും ഈ മറ്റ് യാത്രകൾ വേണ്ടുന്ന സൗകര്യമില്ല. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ബേക്കലിൽ ഒരു
എയർ സ്ട്രിപ്പ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബേക്കലിലെ എയർ സ്ട്രിപ്പ് കൂടി സ്ഥാപിച്ചാൽ, അത് ചെറിയ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന എയർ സ്ട്രിപ്പ് അല്ല, ഒരു 12 മുതൽ 20 വരെ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന കൊച്ചു വിമാനത്താവളമാണ്. അത് നടപ്പിലാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിച്ചത്. സർ, ബേക്കൽ വലിയ നിലയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേക്കൽ ഫെസ്റ്റ് ഉൾപ്പെടെ അവിടെ സംഘടിപ്പിക്കാനായതിൻ്റെ ഭാഗമായി കൂടുതൽ ജനകീയമായി ആ ടൂറിസ്റ്റ് കേന്ദ്രം മാറിയിട്ടുണ്ട്. നമ്മളതിൻ്റെ മറ്റ് സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ നമുക്ക് ബേക്കലിലേക്ക് എത്തിപ്പെടാനുള്ള പ്രശ്നം ഇപ്പോൾ ഏറെക്കുറെ പരിഹരിച്ചു. ഇനിയിപ്പോൾ NH66 യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ അതിൻ്റെ റിവ്യൂ യോഗം നടത്തിയിരുന്നു. റിവ്യൂ യോഗം നടത്തിയപ്പോൾ 2025 ഡിസംബറോടുകൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ളതാണ് പൊതുവെ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ കണ്ടെത്തിയത്. എന്നാൽ അതിൽ മുൻപന്തിയിലുള്ള ഒരു ജില്ല കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളാണ്. വേഗത്തിൽ അതിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്. അതുകൂടി വന്നാൽ ബേക്കലിലേക്ക് കൂടുതൽ വേഗത്തിൽ നമുക്ക് എത്താൻ വേണ്ടി പറ്റും. എന്നാൽ ഈ പറയുന്ന പദ്ധതി അത് എങ്ങനെയൊക്കെ നടപ്പിലാക്കാനാകുമോ എന്നുള്ള പരിശോധന നടത്തി സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ മാണി സി കാപ്പൻ. നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസാണ് എല്ലിക്കക്കല്ലും ഇലവിഴ പുഞ്ചിറയും. ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന ഈ സ്ഥലത്ത് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള സൗകര്യങ്ങളില്ല. അതൊരുക്കാൻ ഗവൺമെൻറ് തയ്യാറാണോ? സാർ, നമ്മുടെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാട്ടിയത്. നമുക്ക് നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി പലയിടത്തും ഇല്ലാത്ത പ്രശ്നമുണ്ട്. ഇനി ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പല നിലയിൽ സാധിക്കാത്ത പ്രശ്നം വരുന്നുണ്ട്. ചിലയിടത്ത് DTPC ആണ് അതിൻ്റെ മെയിൻ്റെനൻസ്, ചിലയിടത്ത് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻ്റ് ആണ് അതിൻ്റെ മെയിൻ്റെനൻസ്, ചിലയിടത്ത് LSDD ആണ് അതിൻ്റെ മെയിൻ്റെനൻസ്, ചിലയിടത്ത് മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളാണ് അതിൻ്റെ മെയിൻ്റെനൻസ് ഒരു പ്രശ്നമാണ് സാർ. വളരെ ബുദ്ധിമുട്ടിയ ആളുകൾ ഇത്തരം ഫെസിലിറ്റി ഉപയോഗപ്പെടുത്താൻ വരുമ്പോഴും അവർക്ക് ആകെ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. ഇത് പരിഹരിക്കാൻ വേണ്ടി ചില കാര്യങ്ങളിപ്പോൾ ആലോചിച്ച് വരികയാണ്. അതുപോലെ തന്നെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഫെസിലിറ്റി ഇല്ലാത്ത പ്രശ്നം വലിയ വിഷയമായി നിൽക്കുകയാണ് സാർ. ഇപ്പോൾ വാഗമണിൽ ഗ്ലാസ് ബ്രിഡ്ജ് വലിയ നിലയിൽ ക്ലിക്കായി, പക്ഷേ അവിടെ അതിൻ്റെ ഉദ്ഘാടന പരിപാടിക്ക് പോയപ്പോൾ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും അവിടെ ഇല്ലാത്ത പ്രശ്നം വന്നു. അവിടെ തന്നെ ഞങ്ങൾ കർക്കശമായ നിലപാട് സ്വീകരിച്ച് യോഗം ചേർന്നത് അടിയന്തരമായി വെക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അത് വന്നത്. ഇതൊരു പ്രശ്നമാണ്. അത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. എന്തായാലും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. നമ്മളൊരു ടോയ്ലറ്റോ ഒരു ഫെസിലിറ്റി ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരികയോ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല സാർ, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ്. നല്ല നിലയിൽ ഇപ്പോൾ എയർപോർട്ടിലൊക്കെ ഉള്ളതുപോലെ ടോയ്ലറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യമാകുന്ന നിലയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ടോയ്ലറ്റ് മെയിൻ്റെനൻസ് എങ്ങനെ പറ്റുമെന്നുള്ളത് ചർച്ച ചെയ്ത് അതിനൊരു സംവിധാനം ഓരോ സ്ഥലത്തും ഒരുക്കുന്നത് അനിവാര്യമാണെന്ന് എനിക്ക് പൊതുവെ ഈ സഭയെ അറിയിക്കാൻ തോന്നുകയാണ്. ചോദ്യം നമ്പർ 393 ശ്രീ സനീഷ് കുമാർ ജോസഫ്, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. സാർ, ചോദ്യം നമ്പർ 393 ചില പ്രദേശങ്ങളിലെങ്കിലും അത്യപൂർവമായി കൊഴിഞ്ഞുപോക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് ഒഴിവാക്കുവാൻ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആദിവാസി മേഖലയിലെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. മിനിസ്റ്റർ ടേബിൾ ചെയ്താൽ ചോദിക്കായിരുന്നു. ആൻസർ ടേബിൾ ചെയ്താൽ ആളുകൾക്ക് ചോദ്യം ചോദിക്കാൻ സമയം കിട്ടും. ചെയ്യാം സാർ, കുറച്ച് ദീർഘം. അതെ, ഓക്കെ. ശ്രീ സനീഷ് കുമാർ ജോസഫ്. സാർ, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാർത്ഥി സൗഹൃദ പാഠ്യപദ്ധതി ആവിഷ്കരിച്ചിട്ടും കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്ന സർക്കാർ ഗൗരവതരമായി കാണുമോ? ഇങ്ങനെ പഠനം ഉപേക്ഷിക്കുന്ന കുട്ടികളിൽ കൂടുതലും ആൺകുട്ടികളാണെന്ന വസ്തുത പരിശോധിച്ചിട്ടുണ്ടോ? ഇവരുടെ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിച്ച് പഠനത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, നമ്മുടെ കേരളത്തിൽ കൊഴിഞ്ഞുപോക്ക് വളരെ കുറവാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു പഠനം നടത്തിയപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ നേരത്തെ വായിച്ചു തുടങ്ങിയതാണ്. SC/ST മേഖലയിൽ കൊഴിഞ്ഞുപോക്ക് കുറച്ച് വളരെ കുറവായി നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. അപ്പോൾ ആ മേഖലയിൽ അത് പരിഹാരം കാണുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അവരുടെ വാഹന സൗകര്യം, ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ആവശ്യമുള്ള അധ്യാപകർ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആ മേഖലയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അല്ലാതെ പൊതുവിൽ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ കൊഴിഞ്ഞുപോക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം സ്കൂളുകൾക്ക് അനുവദിക്കുന്ന മെറ്റീരിയൽ കോസ്റ്റ് പ്രൈമറി വിഭാഗത്തിൽ 6 രൂപയും അപ്പർ പ്രൈമറി വിഭാഗത്തിൽ 8 രൂപ 17 പൈസയുമാണ്. കഴിഞ്ഞ 8 വർഷമായി ഈ തുക വർദ്ധിപ്പിച്ചിട്ടില്ല. പ്രധാന അധ്യാപകർ ഉച്ചഭക്ഷണം നൽകുന്നതിന് പ്രയാസപ്പെടുകയാണ്.
നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധന പരിഗണിച്ച് ഈ തുക വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമോ? സാർ ഇപ്പോൾ വർദ്ധിപ്പിച്ചു സാർ, അങ്ങ് കാണാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ 8 റുപ്യയാക്കി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി വർദ്ധിപ്പിച്ചു. എന്ന് മാത്രമല്ല മുട്ടയും പഴവും നേത്രപ്പഴവും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാശ് പ്രത്യേക വകവൊളിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കുട്ടികൾ വളരെ സന്തോഷത്തിലാണ്, ഹെഡ് മാസ്റ്റർമാരും വലിയ സന്തോഷത്തിലാണ്. നമുക്കതുകൊണ്ട് ഉത്കണ്ഠപ്പെട്ട ഒരു കാര്യമില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സാർ, കൊഴിഞ്ഞുപോക്ക് കേരളത്തിൽ കുറവാണെന്നോ അത് ഇന്ത്യയിൽ റെക്കോർഡാണെന്നോ അങ്ങ് സൂചിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. സാർ, 19/6/2024 ശ്രീമതി കെ രമയുടെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അങ്ങ് കൊടുത്തിരിക്കുന്ന മറുപടി, സാർ, ഗ്രാമീണ മേഖല, ആദിവാസി പിന്നോക്ക മേഖല അത് തിരിച്ചുള്ള കൊഴിഞ്ഞുപോക്കിൻ്റെ കണക്കേ എടുത്തിട്ടില്ലെന്നാണ്. സാർ, എടുക്കാത്ത ഒരു കണക്കിനെ കുറിച്ച് എങ്ങനെയാണ് അങ്ങേക്ക് സഭയിൽ പറയാൻ കഴിയുക? 2, കൊഴിഞ്ഞുപോക്കിനെ കുറിച്ച് ഒരു ചെറിയ പരിഹാരമാർഗ്ഗം ഈ ഉത്തരത്തിൽ പറയുന്നുണ്ട്. സാർ, ഇത് ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടപടിയെടുക്കുമോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളുടെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ അവിടെ കുട്ടികളെല്ലാം നിൽക്കും, പക്ഷേ ഗവൺമെൻറ് സ്കൂളിൽ അവിടെ നമ്പർ കുറയുകയാണ്. സാർ, അത് തന്നെ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കുകയല്ലേ? അതുകൊണ്ട് ഗൗരവതരമായി ഇത് ആലോചിച്ച് ഇതിന് പരിഹാരമുണ്ടാക്കുന്നതിനുള്ള നടപടിയെടുക്കും. സാർ, ഗവൺമെൻറ് മേഖലയിലും എയ്ഡഡ് മേഖലയിലും കുട്ടികളുടെ കുറവില്ല. 1ാം ക്ലാസ്സിൽ അൺഎയ്ഡഡ് മേഖലയിൽ കുട്ടികളുടെ എണ്ണം കുറച്ച് കൂടുതലാണ്. മറ്റ് 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നമ്മുടെ ഗവൺമെൻറ് മേഖലയിലും എയ്ഡഡ് മേഖലയിലാണ് കുട്ടികളുടെ എണ്ണം കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. അങ്ങ് ചോദിച്ച മറ്റൊരു ചോദ്യം, ഈ ഇതുവരെ സാർ എന്താ കണക്കില്ല എന്നുള്ളത്. സാർ, എടുക്കാത്ത കണക്കാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല സാർ, ഞാനത് പരിശോധിക്കാം. ശ്രീ ടി സിദ്ദിഖ്. സാർ, ഈ ട്രൈബൽ കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയും കരുതൽ കൊടുക്കേണ്ടതാണ് സാർ. ഈ മുഴുവൻ SLC പാസ്സായിട്ടുള്ള മുഴുവൻ ട്രൈബൽ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിനുള്ളതായിരിക്കുന്ന സൗകര്യം ലഭ്യമായി അവർ അഡ്മിഷൻ എടുത്തു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് സാർ. അതിനുവേണ്ടിയുള്ള ഹ്യൂമാനിറ്റീസ് ബാച്ച് അടക്കം കൊടുക്കേണ്ടതുണ്ട് സാർ. എൻ്റെ ചോദ്യം, സാർ, NSS, NCC, SPC, കായിക മേളകൾ, ശാസ്ത്രമേളകൾ, ഇതിനെല്ലാം തന്നെ SSLC മാർക്കിൻ്റെ കൂടെയാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത് സാർ. അതോടൊപ്പം നാഷണൽ ആയിട്ടുള്ള ഈ ശാസ്ത്രകുതികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നാഷണൽ ലെവലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാലൻറ്റ് എക്സാമിന് ഇതാണ് ഇൻസ്പയർ എന്നുള്ളത്. അതോടൊപ്പം തന്നെ 8ാം ക്ലാസ്സിലെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിൻ്റെ പരീക്ഷയുണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡുണ്ട്. ഇതിനൊന്നും തന്നെ പ്രത്യേകമായിട്ടുള്ള ഗ്രേസ് മാർക്ക് നൽകുന്നില്ല. സ്കൗട്ട് ആൻഡ് ഗൈഡിന് ഗ്രേസ് മാർക്ക് കിട്ടണമെങ്കിൽ രാജ്യ പുരസ്കാരമോ രാഷ്ട്രപതിയുടെ മെഡലോ കിട്ടണം. ഇൻസ്പയറിനൊന്നുമില്ല. 8ാം ക്ലാസ്സിലെ അതുപോലെ NCCക്കും SPCക്കും കിട്ടുമ്പോൾ അത് സ്കൗട്ടിനും ഗൈഡിനും കിട്ടേണ്ടതാണ്. അതുകൊണ്ട് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യത്തിലെ കൃത്യത ഉറപ്പുവരുത്താനുള്ള നടപടിയെടുക്കുമോ? സാർ, അങ്ങ് പറഞ്ഞ കാര്യം എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. ഇപ്പോൾ ആദ്യമാണ് അങ്ങ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമ്മൾ പരമാവധി ഗ്രേസ് മാർക്ക് ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് NCCക്കും കൊടുക്കുന്നുണ്ട്, NSSനും കൊടുക്കുന്നുണ്ട്, സ്കൗട്ടിന് കൊടുക്കുന്നുണ്ട്, സ്റ്റുഡൻറ്റ് പോലീസിന് കൊടുക്കുന്നുണ്ട്, ശാസ്ത്ര ക്ലബ്ബുകൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒരു 10-12ഓളം വരുന്ന ഇനത്തിന് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് നമ്മൾ ഇനിയും കൂട്ടി കൊണ്ടുപോയ അവസാനം മെറിറ്റിനെ കടന്ന് ഈ മാർക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും നമുക്കപ്പോൾ. അതുകൊണ്ട് അതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് മെറിറ്റിനെയും പരിഗണിക്കപ്പെടണം. എന്നാൽ നമ്മുടെ കുട്ടികൾ ഇത്തരം നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന കാര്യവും പരിഗണിക്കപ്പെടണം എന്നുള്ള കാര്യം. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങ് പറഞ്ഞ കാര്യം എന്താണെന്ന് പരിശോധിച്ച് നോക്കാം. ശ്രീ കെ ബാബു നെന്മാറ. കൊഴിഞ്ഞുപോക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രത്യേകിച്ച് ആദിവാസി ഊരുകളിൽ നിന്നുള്ള കുട്ടികളിലാണ്. സാർ, അത് തടയുന്നതിന് വാഹന സൗകര്യവും കെട്ടിടങ്ങളുടെ സൗകര്യങ്ങളും അധ്യാപകരെ നിയമിക്കുന്ന പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, എൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള തേക്കടി, അതുപോലെ തന്നെ ചുങ്കം LPയും ഹൈസ്കൂളും UP സ്കൂളുമാണ്. സാർ, അവിടെ നിന്നും കുട്ടികളെ പ്രീമെട്രി ഹോസ്റ്റലുകളിലേക്ക് മാറ്റി പഠിപ്പിക്കാൻ തയ്യാറായാലും വീട്ടിലേക്ക് തിരിച്ചു പോയാൽ വീണ്ടും അവർ ആ സ്കൂളിലേക്ക് വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്താൽ, വലിയ ചെലവില്ലാതെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള തീരുമാനമുണ്ടാകുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സാർ, ഇന്നലത്തെ ക്യാബിനറ്റിൽ വയനാട് ജില്ലയിലെ ഈ രൂപത്തിലുള്ള 3 സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് പത്രങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേകം താല്പര്യമെടുത്ത് അദ്ദേഹത്തിൻ്റെ റീജിയണൽ യോഗങ്ങളിൽ, കോഴിക്കോട് നടന്ന റീജിയണൽ യോഗത്തിൽ അപേക്ഷ ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള നടപടിയുടെ അടിസ്ഥാനത്തിലാണ് 3 സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്.
അതേ രൂപത്തിലുള്ള ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട അങ്ങ് അവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം ഒരു അപേക്ഷ നൽകട്ടെ, അതിലെന്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് സംബന്ധിച്ചുള്ള പരിശോധിക്കാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നിയമസഭയിൽ നൽകിയ ഉത്തരത്തിൻ്റെ ഭാഗമായി ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ 7163 പേരാണ് സ്കൂളിൽ ചേർന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കുന്നതെന്നാണ്. അതിൽ 6928 പേരും സർക്കാർ സ്കൂളിലാണ് കുറവ്, 235 പേര് മാത്രമാണ് എയ്ഡഡ് സ്കൂളിൽ കുറവ്. ഇതുപോലെ തന്നെ CBSE കഴിഞ്ഞ് 10th കഴിഞ്ഞിട്ട് ഒരു വലിയ വിഭാഗം കുട്ടികൾ സ്റ്റേറ്റ് സിലബസിലേക്ക് +1 കേരളത്തിൽ ചേരാനുണ്ടായിരുന്നു. കാരണം CBSEയിൽ മാർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്, സ്റ്റേറ്റ് സിലബസിലാണ് കിട്ടുന്നത്. എന്നാൽ കഴിഞ്ഞ 2-3 വർഷത്തെ ട്രെൻഡ് പരിശോധിച്ചാൽ CBSEയിൽ നിന്ന് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറുന്ന കുട്ടികളുടെ എണ്ണവും ഗൗരവതരമായ കുറവ് വരുത്തിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഈ കുട്ടികളുടെ എണ്ണത്തിൽ ഇങ്ങനെ 1ാം ക്ലാസ്സിലും +1ലും ഇങ്ങനെ വൻതോതിൽ കുറവ് വരുന്നതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ കാരണം എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ വൻതോതിലുള്ള കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ചെറിയ തോതിലുള്ളൊരു കുറവുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ വകുപ്പും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അതിന് പരിഹാരം കാണേണ്ടതാണ്. 2024-25 വർഷത്തിലെ 6ാം പ്രവൃത്തി ദിവസത്തെ കണക്ക് എടുത്തിട്ടുണ്ട് സാർ. അതിൽ പറയുന്നത് അങ്ങ് പറഞ്ഞതിൽ കുറച്ച് കാര്യം സത്യസന്ധമായ കാര്യങ്ങളുണ്ട്, എന്നാൽ സത്യസന്ധമല്ലാത്ത ചില കാര്യങ്ങളുമുണ്ട്. 2024-25 അധ്യയന വർഷത്തെ 6ാം പ്രവൃത്തി ദിന കണക്കുകൾ പ്രകാരം സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺഎയ്ഡഡ് ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളിൽ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലായി ആകെ 36,43,607 കുട്ടികളാണ് ഉള്ളത് സാർ. നമ്മുടെ സ്ട്രെങ്ത്, ടോട്ടൽ സ്ട്രെങ്ത് അത്രയാണ്. ഇതിൽ 11,60,579 കുട്ടികൾ സർക്കാർ മേഖലയിലും 21,27,061 കുട്ടികൾ എയ്ഡഡ് മേഖലയിലും 3,55,967 കുട്ടികൾ അംഗീകൃത അൺഎയ്ഡഡ് മേഖലയിലുമാണ് പഠിക്കുന്നത്. ഈ അധ്യയന വർഷം 1ാം ക്ലാസ്സിൽ അങ്ങ് സൂചിപ്പിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് 2,98,848 കുട്ടികളാണ് പ്രവേശനം നേടിയത്. സാർ, ഇത് കഴിഞ്ഞ അധ്യയന വർഷത്തേക്കാൾ 781 കുട്ടികൾ കൂടുതലാണ്. കൂടാതെ ഞാൻ സാർ 781 കുട്ടികൾ കൂടുതലെന്ന് പറഞ്ഞത് ഗവൺമെൻറ്, എയ്ഡഡ്, അൺഎയ്ഡഡ് ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു കണക്കാണ് സാർ പറഞ്ഞത്. അങ്ങേക്കത് മനസ്സിലായിക്കാണ് ഞാൻ. അതെ, അതും കൂടെ സാർ, അതും കൂടെ കൂട്ടി സാർ. എണ്ണയിലുള്ളവർ നമ്മളെ കുട്ടികളല്ലേ സാർ. സാർ, കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷം ഉണ്ടായിരുന്ന കുട്ടികൾക്ക് പുറമെ പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ എയ്ഡഡ് സാർ ഇത് നോക്കണം സാർ, 2 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലായി 34,554 കുട്ടികൾ പുതുതായി വന്നു. സാർ, സംസ്ഥാന തലത്തിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ഏറ്റവും അധികം കുട്ടികൾ പ്രവേശനം നേടിയത് 8ാം ക്ലാസ്സിലും തുടർന്ന് 5ാം ക്ലാസ്സിലുമാണ്. സാർ, 15,596 കുട്ടികൾ 8ാം ക്ലാസ്സിൽ പുതുതായി പ്രവേശനം നേടി. നമുക്ക് വലിയൊരു നേട്ടമായിട്ട് പറയാൻ കഴിയുന്ന കാര്യമാണ് സാർ. സാർ, 11,510 കുട്ടികൾ 5ാം ക്ലാസ്സിൽ പുതുതായി പ്രവേശനം നേടി. സാർ, ഈ അധ്യയന വർഷം 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പുതുതായി വന്നു ചേർന്ന കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ സർക്കാർ വിദ്യാലയങ്ങളിൽ 8, 9, 10 ക്ലാസ്സുകൾ വർധനവ് ഉണ്ടായിട്ടുണ്ട്. സാർ, എയ്ഡഡ് വിദ്യാലയങ്ങളിൽ 3, 10 ക്ലാസ്സുകൾ ഒഴികെ എല്ലാ ക്ലാസ്സുകളിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. സാർ, അംഗീകൃത അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ 2, 9, 10 ക്ലാസ്സുകൾ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അങ്ങ് പറഞ്ഞ പോലെ 1ാം ക്ലാസ്സിൽ ഗവൺമെൻറ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും വർധനവ് കുറവാണ്. ശ്രീ പി സുമോദ്. സാർ, കേരളത്തിലെ വിദ്യാലയങ്ങൾ പൊതുവിൽ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയ എന്ന രൂപത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്ക് നിർണായകമായ പങ്കാണുള്ളത്. പൊതുവിദ്യാലയങ്ങളിൽ അധ്യാപകർക്ക് ലഭ്യമാകുന്ന ചിട്ടയായ പരിശീലനങ്ങൾ വിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും സഹായകരമായിട്ടുണ്ട്. മിനിസ്റ്റർ. സാർ, നമ്മുടെ കുട്ടികളുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ അധ്യാപക സംഘങ്ങൾ അധ്യാപകർ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞതുപോലെ കേരളത്തിലെ മുഴുവൻ അധ്യാപകർക്കും വിവിധ രൂപങ്ങളിലുള്ള ട്രെയിനിങ് ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞിരിക്കും സാർ. എന്ന് മാത്രമല്ല AI ട്രെയിനിങ്
80,000-ഓളം വരുന്ന അധ്യാപകർക്ക് നാം കൊടുത്തിരിക്കും സാർ. അതൊരു ഏറ്റവും വലിയ നേട്ടമായി തന്നെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് സാർ. ഇപ്പോൾ ക്ലസ്റ്റർ ട്രെയിനിങ് നടന്നു ഏറ്റവും ഒടുവിൽ. എല്ലാവർക്കും വീണ്ടും ഒന്നുകൂടെ കുട്ടികളെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിൽ കുറച്ച് അധ്യാപകർ ഒഴിഞ്ഞു നിന്നിട്ടുണ്ട് സാർ. മാറി നിന്ന അധ്യാപകർക്ക് വീണ്ടും ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധ്യമായ എല്ലാ കാര്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധ്യാപകരുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ചോദ്യം നമ്പർ 394 ഡോക്ടർ KT ജലീൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ AC മൊയ്തീൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. ഉണ്ട്. കേരളത്തിലെ പ്രധാന നഗരപാതകൾ വികസിപ്പിക്കുന്നതിന് പദ്ധതികൾ തയ്യാറാക്കി. സാർ ബാക്കി ടേബിൾ. താങ്ക് യു. ഡോക്ടർ KT ജലീൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ AC മൊയ്തീൻ. അതിവേഗം നഗരവൽക്കരണം നടക്കുന്നൊരു നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നമ്മുടെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലാണ് സാർ. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടോ? അതുപോലെ തന്നെ ഇതിന് പല കാരണങ്ങളുണ്ട്. കയ്യേറ്റം, അതുപോലെ തന്നെ അനധികൃത പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നഗര റോഡുകളുടെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും സൗന്ദര്യവൽക്കരണത്തിനും എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. പദ്ധതി ഉണ്ട് സാർ. അത് ഞാൻ ടേബിൾ ചെയ്തതിൽ വളരെ വിശദമായിട്ടുണ്ട്. ഒരു വിഷയം, ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസാന്ദ്രത നിറഞ്ഞ സ്റ്റേറ്റ് കേരളമാണ്. വാഹനപ്പെരുപ്പവും കേരളത്തിലാണ്. കേരളത്തിലെ നഗരങ്ങൾ വലിയ നിലയിൽ ഇതിൻ്റെ ഭാഗമായി പ്രയാസങ്ങൾ അനുഭവിക്കും. ഇത് കണ്ടുകൊണ്ടാണ് സർക്കാർ ഒരു ബൃഹത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി ആ നിലയിലാണ്. 42 കിലോമീറ്റർ റോഡുകൾ 4 ഘട്ടങ്ങളിലായി സ്മാർട്ട് റോഡുകളാക്കി മാറ്റുന്ന പദ്ധതിയാണ്. അത് 15 വർഷത്തെ പരിപാലന കാലാവധിയാണുള്ളത് സാർ. തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും 2 വകുപ്പുകളും വീതിച്ചെടുത്ത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള KRFP ആണ് 10-40 റോഡുകളുടെ പ്രവർത്തനം നടത്തുന്നത്. കോഴിക്കോട് നഗരം എടുത്ത് പരിശോധിച്ചാൽ കോഴിക്കോട് നഗരത്തിൽ LDF സർക്കാർ വന്നതിന് ശേഷം 22 കിലോമീറ്റർ റോഡുകൾ മനോഹരമായ റോഡുകളാക്കി മാറ്റി തീർത്തിട്ടുണ്ട്. കണ്ണൂർ നഗരം എടുത്ത് പരിശോധിച്ചാൽ കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ എയർപോർട്ട് കൂടി വന്നതോടുകൂടി നഗരം വലിയ നിലയിൽ ഗതാഗതക്കുരുക്കിന് കാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു. 40 കിലോമീറ്റർ റോഡ് ഇത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി സർക്കാർ നവീകരിക്കാനാണ് ഉദ്ദേശിച്ചത്. കൊല്ലം നഗരം എടുത്തു കഴിഞ്ഞാൽ കൊല്ലം നഗരത്തിലും ഇതൊരു പ്രധാന പ്രശ്നമാണ്. കൊല്ലം നഗരത്തിൽ 23 കിലോമീറ്റർ റോഡ് ഇതിൻ്റെ ഭാഗമായി വികസിപ്പിക്കാനും നവീകരിക്കാനും സർക്കാർ തീരുമാനിച്ചു. സർ, ഡിസൈൻ റോഡുകൾ ഒരു പ്രധാന പ്രശ്നമാണ്. നമ്മൾ നഗരങ്ങളിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ് സർ. നമ്മളിപ്പോൾ സഭയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു ഭാഗത്ത് കുടിവെള്ള ആവശ്യത്തിൻ്റെ ഭാഗമായി റോഡുകൾ കീറുന്നു എന്നുള്ളത്. കുടിവെള്ള ആവശ്യത്തിൻ്റെ ഭാഗമായി റോഡുകൾ കീറാതെ മറ്റു വഴിയില്ല. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേയുള്ള റോഡുകളാണ് സർ. പണ്ട് മുതലേയുള്ള റോഡുകളിൽ കുടിവെള്ള പൈപ്പ് സൈഡിൽ അടിയിലൂടെ ഇടുന്നു. റോഡ് വീതി കൂട്ടുമ്പോഴും പൈപ്പ് അവിടെ തന്നെ കിടക്കുന്നു. സ്വാഭാവികമായിട്ട് പൈപ്പ് റോഡിൻ്റെ നടുവിലാവുന്നു. റോഡ് വീതി കൂടും. ചെറിയൊരു പൊട്ട് വന്നാൽ റോഡാകെ പൊളിയുന്ന സ്ഥിതി വരുന്നു. ഇത് വിദേശ രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ ഡക്റ്റുകൾ നിർമ്മിച്ച് എല്ലാ കേബിളുകളും ഡക്റ്റുകളിലൂടെ ആക്കി പോയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ പറ്റൂ. ഈ ഒരു കാഴ്ചപ്പാടാണ് സർക്കാരിന് നഗര റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളത്. ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഒരുക്കുന്നത്. ഒരു ഡിസൈൻ പോളിസി നമ്മുടെ റോഡുകൾക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും ഇല്ലാതെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. പൊതുവേ ഒരു ഡിസൈൻ ഇതിന് വേണ്ടതുണ്ട്, നഗരത്തെ പ്രത്യേകിച്ച്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് മേഖലയിലും ടൂറിസം മേഖലയിലും ഒരു ഡിസൈൻ നയം പ്രഖ്യാപിച്ചതെന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമുക്ക് ഇനിയും ഗ്രാമീണ റോഡുകളിലേക്ക് ഉൾപ്പെടെ അതുപോലെ ജില്ലാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പൊതുമരാമത്ത് റോഡുകളാകെ കേബിളുകളിട്ട് ഡക്റ്റുകളാക്കി റോഡുകളെ ഡിസൈൻ റോഡുകളാക്കി മാറ്റിയാൽ നമുക്കിതിന് പരിഹാരം കാണാം. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകണമെന്ന് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ് കരാർ കമ്പനിയുടെ തകരാറ് മൂലം ഇപ്പോൾ പ്രതിസന്ധിയിലായിട്ടുള്ള റോഡ് പണി നിലച്ചിരിക്കുകയാണെന്ന് അങ്ങയുടെ ശ്രദ്ധയിലുണ്ട്. അങ്ങ് അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഈ കാര്യം റോഡിൻ്റെ പുനർനിർമ്മാണത്തിന് പണികൾ പൂർത്തീകരിക്കുന്ന എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കാം. സാർ, വളരെ പ്രധാനപ്പെട്ട റോഡാണ് സാർ. കരാറുകാരൻ്റെ അനാസ്ഥ വലിയ നിലയിൽ പ്രശ്നമായിരുന്നു. ബഹുമാനപ്പെട്ട അംഗം ഉൾപ്പെടെ പലരും ഇത് ശ്രദ്ധപ്പെടുത്തിയിരുന്നു. അത് ശ്രദ്ധപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ആ റോഡുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗം ഇപ്പോൾ ഒരു ആഴ്ച മുമ്പ് വിളിച്ചു ചേർത്തിരുന്നു. ആ പ്രത്യേക യോഗത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ട് സാർ. ആ തീരുമാനങ്ങളുടെ ഭാഗമായി ഒരു നോഡൽ ഓഫീസറെ നിശ്ചയിച്ചു സാർ. പൊതുമരാമത്ത് വകുപ്പിൻ്റെ സെക്രട്ടറി തന്നെ അത് പരിശോധിച്ച് പോകണമെന്നുള്ള സ്ഥിതിയാണ് ഉള്ളത്. അത് തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ് പോലെ തന്നെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡിനും ഇതിന് സമാനമായ ചില പ്രശ്നങ്ങളുണ്ട് സാർ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോവുക എന്നുള്ളത് പ്രധാനമാണ്. ആ നിലയിൽ
ഓരോ മാസവും മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഇതിൻ്റെ റിവ്യൂ യോഗങ്ങൾ പങ്കെടുക്കാനും നോഡൽ ഓഫീസറോട് വീക്ക്ലി റിപ്പോർട്ട് തരാനും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് നേരിട്ട് ഇടപെടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് അനാസ്ഥ കാട്ടിയ കരാറുകാരെ വിളിച്ചു വരുത്തി ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി പോകുന്നൊരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് സർ. ശ്രീ വി കെ പ്രശാന്ത്. സർ, തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി റോഡുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ അങ്ങെടുത്ത നടപടികൾ ഏറ്റവും മെച്ചപ്പെട്ട ഫലം ഉണ്ടാക്കുന്നുണ്ട്. സർ, അതോടൊപ്പം പുതിയ ഏതെങ്കിലും റോഡുകൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഏറ്റെടുക്കുന്നുണ്ടോ? നമ്മുടെ KRFBയുടെ പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകളുടെ കാര്യത്തിൽ കൂടി അങ്ങ് ഇടപെടാൻ വേണ്ടി തയ്യാറാകും? സർ, ഇവിടെ സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ട് പല നിലയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതിലൊരു വസ്തുത നമ്മളാരും കാണാതിരുന്നുകൂടാ സർ. സർക്കാർ അതിലെടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാടാണ് ഇന്ന് തിരുവനന്തപുരത്തെ റോഡുകൾ പലതും ഗതാഗതയോഗ്യമായി മാറുന്നതിന് കാരണമായിട്ടുള്ളത്. എല്ലാ സ്മാർട്ട് സിറ്റി റോഡുകളും ഒരു കരാറുകാരനായിരുന്നു എടുത്തത്. തിരുവനന്തപുരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടുമിക്ക റോഡുകളും ഈ കരാറുകാരൻ്റെ അനാസ്ഥ കാരണം പ്രയാസപ്പെടുന്ന സ്ഥിതിയുണ്ട്. ഈ ഗവൺമെൻറ് 2021 വന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിവിധ വകുപ്പുകളോട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചിലത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ റോഡാണ്, സ്മാർട്ട് സിറ്റി നേരിട്ട് നോക്കുന്ന റോഡാണ്. ചിലത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള KRFB നോക്കുന്ന റോഡാണ്. അപ്പോൾ ആ നിലയിലുള്ള പരിശോധന നടത്തിയപ്പോൾ ഈ കരാറുകാരനെ വെച്ച് ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പൊതുവെ മനസ്സിലാക്കി. അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. ടെർമിനേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ വിവിധ റോഡുകൾ വിവിധ ടെൻഡറുകൾ നൽകാനുള്ള തീരുമാനം കൈക്കൊണ്ടു. അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് കൊണ്ടാണ് ഇന്ന് പല റോഡും ഗതാഗത യോഗ്യമായത്. സർ, റോഡ് ഗതാഗത യോഗ്യമാക്കും എന്ന് പറഞ്ഞിരുന്നു. റോഡ് പലതും ഗതാഗത യോഗ്യമായി. എന്നാൽ ഡക്റ്റുകൾ നിർമ്മിക്കലും ഹാൻഡ് റെയിൽ നിർമ്മിക്കലും അതിൻ്റെ മറ്റ് സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇനിയും നടത്താനുണ്ട്. അത് നടത്തണം. ഏതാണ് ആദ്യം നടത്തേണ്ടത്? റോഡ് ഗതാഗത യോഗ്യമാക്കലാണ്. അതിന് പകരം ഡക്റ്റുകളായിരുന്നു ആദ്യം നിർമ്മിക്കുന്നതെങ്കിൽ ഈ കുത്തിപ്പൊളിച്ച റോഡ് അതേപോലെ ഉണ്ടാകുമായിരുന്നു സാർ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ റോഡ് മുഴുവൻ പൂർത്തീകരിക്കാൻ ഇടപെടണം. ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മാനവീയം വീതി റോഡ് പോലെ, കലാഭവമണി റോഡ് പോലെ തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ എല്ലാ റോഡുകളും സ്മാർട്ടായി മാറും. പുതിയ പദ്ധതിയും സ്മാർട്ട് റോഡിന്റെ ഭാഗമായി നടപ്പിലാക്കാൻ ഗവൺമെന്റ് ആലോചിക്കുന്ന വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.